അപ്പോൾ റെഡി അല്ലേ? ഒന്നാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് 2 പോയിന്റ് തരാൻ നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങളത് അങ്ങനെ വെറുതെ വിട്ടിരുന്നു. ഞങ്ങളെ പിടിച്ചെടുത്ത് കൊണ്ടുപോകില്ല, നിങ്ങൾ വിട്ടെന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി എല്ലാ ടീമിനും അങ്ങനെയല്ല. ഞങ്ങൾക്ക് ആകെ മഴ ചെയ്ത് വെച്ചോ, ഒരു പോയിന്റ് ഒഴിക്കുക, വേറെ പോയിന്റ് നഷ്ടമായിട്ടില്ല. എന്തൊരു ഫുള്ള് കളി ജയിച്ചിട്ടില്ല. ഞങ്ങളെ ബോഡി ലാംഗ്വേജ് തന്നെ ശരിയല്ല, മാറും. കാരണം അമ്മമാര് എല്ലാരും ഇടിച്ച് നിരത്തിട്ടിട്ടാണ് പോണേ. പ്രഭ് സിമ്രാൻ സിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എതിർ ടീമിനെ മുട്ടിടിച്ചു തുടങ്ങി. പ്രിയാൻ ഷാരിയ, സയ്യര് എവിടെ തിരിഞ്ഞു നോക്കിയാലും അടിയോട് അടി. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു എന്തൊരു അഹങ്കാരം. പിന്നെന്താ മാർക്കോയൻസ്, സ്റ്റോയിനിസ്, അങ്ങനെ ബാറ്റ്ലെറ്റ് എവിടെ നോക്കിയാലും. ഹർഷ്ദീപ് സിംഗ്, ഹർഷദീപ് ഇപ്പൊ 100 വിക്കറ്റ് IPL ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം 100 വിക്കറ്റ് എടുത്ത ഒരേ ഒരു ബോളറാ. ഇപ്പൊ ഞങ്ങളല്ലാതെ വേറെ ആര്? അഹങ്കരിക്കാൻ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇവിടെ യാതൊരു വിധ. ഇതിങ്ങനെ പറയണവർക്കൊക്കെ ഫുൾ പരാജയം ഉണ്ടാവും, ഫുൾ പരാജയം ഉണ്ടാവും. ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. അതിങ്ങനെ അഹങ്കരിച്ചാലേ അഹങ്കരിക്കത് അഹങ്കാരല്ല, കോൺഫിഡൻസും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ളിപ്പിടിച്ചല്ല കളിച്ച് കാണിക്കണ്ട. ഞങ്ങള് ഫുള്ള് പൊട്ടലല്ലേ? പന്തും ടീമും പൊട്ടുക, പന്ത് പൊട്ടുക എന്നുള്ള കുട്ടിയൊക്കെ ഒരു പന്ത് ഫോം ഔട്ടാണ്. പക്ഷെ മൂപ്പരുടെ ഡെഡിക്കേഷൻ ഫോം ഔട്ടാണ്. മൂപ്പരുടെ ഡെഡിക്കേഷൻ മൊത്തം ഫോം ഔട്ടാണ്. മുകുൽ ചൗധരി ഫോം ഔട്ടാ. മുകുൽ ചൗധരി ഒരു കളി അടിച്ച്. മാർഷ് ഫോം ഔട്ടാ. മാർച്ച് ഫുള്ള് ഫോം ഔട്ട്. ഒരു കളിയായിട്ട് അടിച്ചാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. ബാക്കിയുള്ളവര് ഫോം ഔട്ട് ആണ് ബാക്കിയുള്ളവര്. പക്ഷെ അതാണ് ടീം ജയിക്കാനില്ല. പക്ഷെ ഞങ്ങളെ ക്യാപ്റ്റന്റെ ഡെഡിക്കേഷൻ കണ്ടിരിക്കണം. ഒരു ഡെഡിക്കേഷൻ കഴിഞ്ഞ കളിയിലൊക്കെ എത്തണം. ഏറെ ഇട്ടിട്ട് പോയി. അത് ആ മനസ്സിനാണ് നിങ്ങൾ കണ്ടത്. രണ്ടാമത് കളിക്കാൻ ഡയലോഗ് വാങ്ങിയാണ്ട് അയാളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നതിന് പകരം രണ്ടാമത് വന്ന് ടീമിന് വേണ്ടിട്ട് കളിച്ചു. അത്ര തന്നെ ഞങ്ങൾക്ക് മതി. എങ്ങനെ മനസ്സുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു കളി ജയിച്ചാൽ അങ്ങനെ പോകണം. 1-2 കളി നിങ്ങൾ 2 കളി ജയിച്ചിരിക്കുക. ഞങ്ങൾക്ക് എല്ലാ കൊല്ലം ബാറ്റിങ്ങില് വീട് നിങ്ങൾ ഒരു കളിയിലൊന്നല്ല. മുകുൽ ചൗധരി എന്നൊക്കെ പറഞ്ഞാല് കളിയിൽ 2ാമത്തെ കളിയിൽ വലിയ കോപ്പൊന്നുമില്ല. കളിച്ചില്ലേ അത് ചെറിയ ചെക്കനായതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവനെ കൊണ്ട് ജയിപ്പിച്ചിരുന്നത് അതും തള്ളിപ്പിടിച്ച് വരികയാണ്. ഫുൾ കളി ജയിച്ച് നിൽക്കുന്ന ഒരു ടീമിനോടാണ് ഈ വർത്തമാനം പറഞ്ഞ് നോക്കണം. നിങ്ങൾ ഷാമിക്കൊക്കെ കഴിഞ്ഞ കളിയിൽ ആ RCB കാരൻ പട്ടിദാറൊക്കെ എടുത്തിട്ട് അലക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ അടുത്ത ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. ഷാമിനെ ആരെങ്കിലും അങ്ങനെ പറയോ? ഒരു കളിയിൽ ഫോം ഔട്ട് ആയതിനെ പറയാനേ പാടില്ല. ഷാമി 2023 വേൾഡ് കപ്പോട് കൂടി കഴിഞ്ഞ് അതോടുകൂടി അന്ന് മൂപ്പർ കളിച്ചില്ലേ, തെളിയിച്ച കളിക്കാരനാണ്. ബാക്കി ഇപ്പൊ കൊല്ലം 3 പോയേ. നിങ്ങൾ അതും പറഞ്ഞ് ഇപ്പോഴും നടന്നാൽ എങ്ങനെ? ഇന്ത്യൻ ടീമിലും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളെ കാട്ടി ഫോമിൽ സിമ്രാൻ സിംഗിനൊക്കെ ഇന്ത്യൻ ടീമില് എടുക്കാത്തതും എടുക്കുന്നതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്താൽ അതിനൊരു അന്ത്യം ഉണ്ടാവില്ല. ഞങ്ങൾ അകാർക്കെറിഞ്ഞും തുടരാൻ 2027 വരെ കപ്പുകളൊക്കെ ഇങ്ങനെ വരണേ. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനങ്ങൾ പറയാം. കപ്പുകള് കളിക്കാർക്ക് നല്ല സ്കില്ല് ഉണ്ടായതുകൊണ്ട് കപ്പുകൾ വരുന്നു. അല്ല വേറെ സ്കില്ലില്ലാത്തവനെ ഒഴിവാക്കും, അത്ര തന്നെ. വേറെ വർത്താനൊന്നുമില്ല. സ്കില്ലില്ലാന്ന് പറഞ്ഞാൽ മൂപ്പരുടെ റിവേഴ്സിംഗ് പഴയ ബോൾ കൊണ്ടൊക്കെ എന്ത് ബോളിംഗ്. പഴയ ബോൾ ആവണില്ലല്ലേ? ലാസ്റ്റ് ഓവറുകളിൽ മൂപ്പര് പറഞ്ഞാൽ എന്ത് സൂപ്പറായി ചെയ്യും. ഫസ്റ്റ് ഓവറുകളിൽ സ്വിംഗ് ബോൾ ഇവിടെ ലാസ്റ്റ് മുതൽ അവസാനം വരെ അടിച്ച ആൾക്കാരുണ്ട്. ആദ്യം പ്രഭ് സിമ്രാൻ സിംഗ് ആണെങ്കിൽ അവസാനം ഈ അൻസനും സ്റ്റോയിനസും കൂടി അടിച്ചു. എവിടെ തിരിഞ്ഞാലും അടിച്ചാൽ ആൾക്കാർ. നിങ്ങൾ ഈ മൈക്കിത്തരം ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ഞങ്ങള് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടി കിട്ടാണ്ട് അത് നിങ്ങളാണ് നെട്ടും. അതൊക്കെ നിങ്ങൾക്ക് തോന്നാണ്. ഇന്നും പൊട്ടും പന്ത്.